PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പറേറ്റീവ് ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 14/11/2021 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേറ്റീവ് ലോ ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1990/2021. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോപ്പറേറ്റീവ് ലോ ചോദ്യങ്ങൾ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഓൺ റിസീറ്റ് ഓഫ് എ റെസിഗ്നേഷൻ ഓഫ് ആൻ ഇലക്റ്റഡ് കമ്മിറ്റി മെമ്പർ ദ പ്രസിഡന്റ് ഷാൽ പ്ലേസ് ഇറ്റ് ബിഫോർ ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി വിത്തിൻ ഡാഷ് ഡേയ്സ് ഫോർ കൺസിഡറേഷൻ. ഓൺ റിസീറ്റ് ഓഫ് എ റെസിഗ്നേഷൻ ഓഫ് ആൻ ഇലക്റ്റഡ് കമ്മിറ്റി മെമ്പർ the president shall place it before the committee of the society within dash days for consideration. 7 days, 5 days, 15 days, no limit. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ 7 days. ഇലക്റ്റഡ് കമ്മിറ്റി മെമ്പറുടെ റെസിഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ വെക്കേണ്ടത് 7 ദിവസത്തിനുള്ളിലാണ്. When the number of members of a society has been reduced to less than 25, the registrar shall, when the number of members of a society has been reduced to less than 25, the registrar shall, options, direct the committee to increase the number of members, order it to be wound up, appoint an administrator, allow the society to perform as such. എന്താണ് ചോദിച്ചിരിക്കുന്നത്? 25 താഴെ ഒരു സൊസൈറ്റിയുടെ മെമ്പേഴ്സ് വരികയാണെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സെക്ഷൻ 71 വൈൻഡിങ് അപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ രജിസ്ട്രാർ സ്വമേധയാ വൈൻഡിങ് അപ്പ് ഓർഡർ ഇടുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കേസാണ് ഇഫ് ദ മെമ്പർഷിപ്പ് ഹാസ് ഫോളൻ ബിലോ 25 എന്നുള്ളത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മിനിമം 25 ആൾക്കാർ വേണം. 25 താഴെ മെമ്പർഷിപ്പ് വരുന്ന കേസിലും സൊസൈറ്റി രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഒക്കെ രജിസ്ട്രാർക്ക് വൈൻഡിങ് അപ്പ് ഓർഡർ ഇടാം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓർഡർ ഇറ്റ് ടു ബി വൗണ്ട് അപ്പ്. ദ എമൗണ്ട് ഇൻ ദ പ്രൊവിഡൻറ്റ് ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ സൊസൈറ്റി ഷാൽ ബി, ദ എമൗണ്ട് ഇൻ ദ പ്രൊവിഡൻറ്റ് ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ സൊസൈറ്റി ഷാൽ ബി, ഓപ്ഷൻസ്, deposited in the financing bank, part of its asset, liable for attachment, used in the business. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, deposited in the financing bank. സൊസൈറ്റി പ്രൊവിഡൻറ്റ് ഫണ്ട് ഫിനാൻസിംഗ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അടുത്ത ചോദ്യം, when did the Kerala Cooperative Societies Act came into force? When did the Kerala Cooperative Societies Act came into force? 12th May 1969, 15th May 1969, 12th July 1969, 15th July 1969. 1969 സഹകരണ നിയമം, കേരള സഹകരണ നിയമം വന്നത് നമുക്കറിയാം. ഡേറ്റാണ് ഇവിടെ നോക്കേണ്ടത്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 15th May 1969. 1969 മെയ് 15 കേരള സഹകരണ നിയമം നിലവിൽ വന്നത്. ചട്ടം അല്ലെങ്കിൽ റൂള് വന്നത് 1969 ജൂലൈ 14 അതും ചോദിക്കാറുള്ളതാണ്. ആക്ട് നിലവിൽ വരുന്നത് 1969 മെയ് 15 റൂൾസ് ആണെങ്കിൽ ജൂലൈ 14. അടുത്ത ചോദ്യം, an apex society when gets money from the government under section 43 of the KCS Act shall establish a fund to be called. An apex society which gets money from the government under section 43 of the KCS Act shall establish a fund to be called, options, principal state partnership fund, welfare fund, reserve fund, common good fund. ഉത്തരം ഏതാണ്? ഈസിയാണ്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അപ്പെക്സ് സൊസൈറ്റികൾ സ്വീകരിക്കുന്ന ഫണ്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന പേരിലാണ് അപ്പെക്സ് സൊസൈറ്റികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെ ഒരു ഭാഗം സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുത്താൽ അവർ അത് കീപ്പ് ചെയ്യുന്നത് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന പേരിലാണ്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 43 എന്താണ് പറയുന്നത്? ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ്. സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചും സെക്ഷൻ 43 ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്, ഗവൺമെൻറ്റിൻ്റെ
ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചുമാണ് പറയുന്നത്. ഹൗ ഷുഡ് ആൻ അവാർഡ് പാസ്ഡ് ബൈ ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ബി കമ്മ്യൂണിക്കേറ്റഡ്? ഹൗ ഷുഡ് ആൻ അവാർഡ് പാസ്ഡ് ബൈ ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ബി കമ്മ്യൂണിക്കേറ്റഡ്? ഓപ്ഷൻസ്: ബൈ ഓർഡിനറി പോസ്റ്റ്, ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്മെൻറ്റ് ഡ്യൂ, ഇൻ പേഴ്സൺ, ത്രൂ അഡ്വക്കേറ്റ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അവാർഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്മെൻറ്റ് ഡ്യൂ. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് നോൺ മോണിറ്ററി കേസസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് മുമ്പിൽ ഒരു കേസിൻ്റെ റെഫറൻസ് കിട്ടിയാൽ 1 വർഷത്തിനുള്ളിൽ അവാർഡ് പാസ്സാക്കണം. KCS ആക്ടിൻ്റെ സെക്ഷൻ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം: ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് അറ്റാച്ച്ഡ് ബൈ ദ സെയിൽ ഓഫീസർ, ദ പർച്ചേസർ ഷാൽ ഡെപ്പോസിറ്റ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ പ്രൈസ് ഓഫ് such properties at the time of confirmation of bid in his favor. In case of sale of immovable properties attached by the sale officer, the purchaser shall deposit dash percentage of the price of such properties at the time of confirmation of bid in his favor. Options: 5%, 10%, 15%, 25%. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, 15%. സെയിൽ ഓഫീസർ അറ്റാച്ച് ചെയ്ത ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ വിൽപ്പന സമയത്ത് അത് വാങ്ങിയ ആൾ ആ വാങ്ങിയ വിലയുടെ 15% കെട്ടിവെക്കേണ്ടതാണ്. അടുത്തത്: ഹൂ ഷാൽ ഹാവ് ദ പവർ ടു ഫിക്സ് ദ പേ സ്കെയിൽ ഓഫ് ദ എംപ്ലോയീസ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? ഹൂ ഷാൽ ഹാവ് ദ പവർ ടു ഫിക്സ് ദ പേ സ്കെയിൽ ഓഫ് ദ എംപ്ലോയീസ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? ഓപ്ഷൻസ്: ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, രജിസ്ട്രാർ, ഗവൺമെൻറ്. സഹകരണ സംഘങ്ങളിലെ എംപ്ലോയീസിൻ്റെ പേ സ്കെയിൽ ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹൂ ഷാൽ ബി റിട്ടേണിംഗ് ഓഫീസർ ഫോർ ദ ഇലക്ഷൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ? ഹൂ ഷാൽ ബി റിട്ടേണിംഗ് ഓഫീസർ ഫോർ ദ ഇലക്ഷൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ? ഓപ്ഷൻസ്: ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫ് ദ ഡിസ്ട്രിക്റ്റ്, ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് ദ ഡിസ്ട്രിക്റ്റ്, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫ് ദ താലൂക്ക്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ദ താലൂക്ക്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ദി താലൂക്ക്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് റിട്ടേണിംഗ് ഓഫീസറായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ദി താലൂക്ക്. അടുത്ത ചോദ്യം: ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ടു ദ സൊസൈറ്റി ഷാൽ ബി കെപ്റ്റ് ഫോർ എ പീരീഡ് ഓഫ്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ടു ദ സൊസൈറ്റി ഷാൽ ബി കെപ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് 3 years, 5 years, 10 years പെർമനൻ്റ്ലി. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പെർമനൻ്റ്ലി. സൊസൈറ്റീസ് പെർമനൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓരോ രജിസ്റ്റേഴ്സും എത്ര കാലത്തേക്കാണ് സൂക്ഷിക്കേണ്ടതെന്ന് റൂൾ 31 പറയുന്നുണ്ട്. അടുത്ത ചോദ്യം: ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ മെയിൻറ്റെയിൻഡ് ആസ് പെർ റൂൾ? ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ മെയിൻറ്റെയിൻഡ് ആസ് പെർ റൂൾ? ഓപ്ഷൻസ്: റൂൾ 14, റൂൾ 20, റൂൾ 29, റൂൾ 26. ഉത്തരം ഓപ്ഷൻ സി, റൂൾ 29. ഏതൊക്കെ ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് റൂൾ 29 പറയുന്നു. എത്ര കാലത്തേക്കാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് റൂൾ 31 പറയുന്നത്. അടുത്ത ചോദ്യം: അറ്റ്ലീസ്റ്റ് ഡാഷ് ഡേയ്സ് ക്ലിയർ നോട്ടീസ് ഷാൽ ബി ഗിവൻ ടു ദ മെമ്പേഴ്സ് ഫോർ കൺവീനിങ് ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ? At least dash days clear notice shall be given to the members for convening the general body meeting of state cooperative union. Options: 15, 25, 7, 10. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ജനറൽ ബോഡി മീറ്റിങ്ങിന് എത്ര ദിവസം മുമ്പുള്ള നോട്ടീസാണ് കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, 15 days. സംസ്ഥാന സഹകരണ യൂണിയൻ്റെ ജനറൽ ബോഡി മീറ്റിങ്ങിന് 15 ദിവസം മുമ്പുള്ള നോട്ടീസ് കൊടുക്കണം. അടുത്തത്: ദ സെക്രട്ടറി ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ കീപ് ദ ബാലറ്റ് പേപ്പർ ആഫ്റ്റർ ഇലക്ഷൻ ഫോർ ദ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ? ദ സെക്രട്ടറി ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ കീപ് ദ ബാലറ്റ് പേപ്പർ ആഫ്റ്റർ ഇലക്ഷൻ ഫോർ ദ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ? ഓപ്ഷൻസ്: 3 years, 1 year, 6 months, 3 months. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷൻ കഴിഞ്ഞാൽ സെക്രട്ടറി എത്ര കാലത്തേക്കാണ് ബാലറ്റ് പേപ്പർ സൂക്ഷിച്ചു വെക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, 3 months. വാട്ട് ഈസ് ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ? വാട്ട് ഈസ് ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ?
1 year, 2 years, 3 years, 5 years. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 3 years. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യമാവുന്നത് അതാണ്. അപ്പോൾ എത്ര വർഷമാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ കാലാവധി? 3 വർഷം. ഓപ്ഷൻ സി ആണ് ഉത്തരം. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 69A. അടുത്ത ചോദ്യം, ദ റൈറ്റ് ടു എക്സ്പെൽ എ മെമ്പർ ഫ്രം ദ സൊസൈറ്റി ഈസ് വെസ്റ്റഡ് വിത്ത്. ദ റൈറ്റ് ടു എക്സ്പെൽ എ മെമ്പർ ഫ്രം ദ സൊസൈറ്റി ഈസ് വെസ്റ്റഡ് വിത്ത് സെക്രട്ടറി, ജനറൽ ബോഡി, കമ്മിറ്റി, രജിസ്ട്രാർ. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ജനറൽ ബോഡി. ഒരു സൊസൈറ്റിയിലെ മെമ്പറെ എക്സ്പെൽ ചെയ്യുന്നത് സ്പെഷ്യൽ ജനറൽ ബോഡിയാണ്. ദ പ്രപ്പോസൽ ഫോർ ദ അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഷാൽ ബി മെയ്ഡ് ഓൺലി വിത്ത് ദ അപ്രൂവൽ ഓഫ്. The proposal for the amendment of bylaws shall be made only with the approval of President, Secretary, General Body, Subcommittee. ഉത്തരം ഓപ്ഷൻ സി ജനറൽ ബോഡി. ഇവിടെയും ജനറൽ ബോഡിയാണ് ഉത്തരം. ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് സ്പെഷ്യൽ ജനറൽ ബോഡി കൂടി റെസൊല്യൂഷൻ പാസ്സാക്കിയാണ് ബൈലോ അമെൻഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഓൺ രജിസ്റ്ററിംഗ് എ സൊസൈറ്റി ഇറ്റ് ഷുഡ് ബി അഫിലിയേറ്റഡ് ടു എ കോപ്പറേറ്റീവ് യൂണിയൻ വിത്തിൻ. On registering a society, it should be affiliated to a cooperative union within 4 months, 6 months, 8 months, 12 months. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 6 months. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ സഹകരണ യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ആസ് പെർ ഡാഷ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. State Cooperative Union is a statutory body established by the Government of Kerala as per dash of Kerala Cooperative Societies Act 1969. Options: Section 28B, Section 69A, Section 81, Section 89. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സെക്ഷൻ 89. നമ്മൾ പഠിച്ചിട്ടുണ്ട് KCS ആക്ടിൻ്റെ സെക്ഷൻ 89 പ്രകാരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സെക്ഷൻ 88 പ്രകാരം സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. ദ പ്രൊസീജിയർ റിഗാർഡിംഗ് ദ അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഈസ് ഗിവൺ അണ്ടർ റൂൾ ഡാഷ് ഓഫ് ദ KCS ആക്ട് ആൻഡ് റൂൾസ്. ദ പ്രൊസീജിയർ റിഗാർഡിംഗ് ദ അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഈസ് ഗിവൺ അണ്ടർ റൂൾ ഡാഷ് ഓഫ് ദ KCS ആക്ട് ആൻഡ് റൂൾസ്. 9, 11, 12, 13. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 9. റൂളാണ് ചോദിച്ചിരിക്കുന്നത്. ബൈലോ അമെൻമെൻറ്റിനെ കുറിച്ച് പറയുന്നത് റൂൾ 9 സെക്ഷൻ 12 ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ രജിസ്ട്രാർ, ഗവൺമെൻറ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, നൺ ഓഫ് ദിസ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ഗവൺമെൻറ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവൺമെൻറ്റാണ്. A cooperative society cannot admit members within dash days before the date of election. A cooperative society cannot admit members within dash days before the date of election. 40, 50, 60, 80. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി 60 days. കോപ്പറേറ്റീവ് സൊസൈറ്റി ഇലക്ഷന് 60 ദിവസം ബാക്കി നിൽക്കെ പുതിയ മെമ്പേഴ്സിന് അഡ്മിഷൻ കൊടുക്കില്ല. The management of State Cooperative Union has a general body and a. The management of State Cooperative Union has a general body and a President, General Manager, Managing Committee, Manager. ഉത്തരം ഓപ്ഷൻ സി മാനേജിംഗ് കമ്മിറ്റി. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയും മാനേജിംഗ് കമ്മിറ്റിയുമാണ്. എന്നാൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന് മാനേജിംഗ് കമ്മിറ്റി മാത്രമേ ഉള്ളൂ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്? കോമൺ ഗുഡ് ഫണ്ട്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, റിസർവ് ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട്. ഉത്തരം കോമൺ ഗുഡ് ഫണ്ട്. സെക്ഷൻ 56(1) പ്രകാരം ബാക്കി 3 സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളാണ്. കോപ്പറേറ്റീവ് ലോയിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത്. എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.